Hello, dear students. We were discussing on Module 1 War and its Aftermath, and we have started Chapter 1, and that is the Unsurrendered People. നമ്മളതായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ജനറലി പെട്ടെന്ന് ഒന്നുകൂടെ പറഞ്ഞു പോവുകയാണ്. വാർ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ആഘാതങ്ങൾ എത്രമാത്രമാണ് ആളുകളുടെ ഇടയിൽ ഉണ്ടാവുക, എന്തൊക്കെ ഇഷ്യൂസാണ് ആളുകൾ ഫേസ് ചെയ്യേണ്ടി വരേണ്ടത്, അങ്ങനെയുള്ള ഒരുപാട് പോയിൻറ്റ്സും കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ ഫുള്ള് ഡീൽ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അൺസറണ്ടേർഡ് പീപ്പിൾ. നമ്മളത് പഠിച്ച് പകുതിയായി. എനിവേ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് പറയാണ്. അൺസറണ്ടേർഡ് പീപ്പിൾ, ഇറ്റ് ഈസ് റിട്ടൺ ബൈ കെൻസാബുറോ ഓ ഈസ് എ ജാപ്പനീസ് റൈറ്റർ. അയാളുടെ മകൻ്റെ ആ ഒരു സ്റ്റെബിലിറ്റി, ഇൻകപ്പാസിറ്റേറ്റഡ് ചൈൽഡ് ആയിരുന്നു, അതിൻ്റെ ഒരു ഇഷ്യൂസ് അയാൾ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹി വാസ് ഓൾസോ എ സർവൈവർ ഓഫ് ഹിരോഷിമ ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ. അതിൻ്റെ ഒരു സർവൈവറാണ്. ഹി വാസ് 6 years old ആ ഒരു സമയത്ത്. അപ്പോൾ അതൊക്കെ അയാളുടെ വർക്ക്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഹി വാസ് ഓൾസോ നൊബൽ പ്രൈസ് വിന്നർ ഓഫ് 1994. അപ്പം കെൻസാബുറോ ഓ ഈസ് എ ജാപ്പനീസ് റൈറ്റർ. പിന്നെ നമ്മുടെ പോർഷൻ എടുത്തിരിക്കുന്നത് ഹിരോഷിമ നോട്ട്സ് എന്ന് പറഞ്ഞ അയാളുടെ ഒരു വർക്ക്സ് ഉണ്ട്. അതിൽ നിന്നാണ് നമ്മുടെ നോട്ട്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. 1965 ഒരു വർക്കാണത്. അപ്പം അതിനെക്കുറിച്ചും ആ ഒരു പോയിൻറ്റും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിനകത്ത് പറയുന്നത് ആ ഒരു 1945 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ആ ഒരു ആറ്റം ബോംബ് അമേരിക്ക ഇടുവാണ്. ആ ഒരു ആറ്റം ബോംബ് അതോടുകൂടിയാണ് വേൾഡ് വാർ സെക്കൻഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെയാണ് മെയിനായിട്ടും നമ്മളിതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളും എങ്ങനെയാണത് വന്നത്, അങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ. ആൻഡ് വിത്ത് ദ ചാപ്റ്റർ ദ അൺസറണ്ടേർഡ് പീപ്പിൾ, ഫസ്റ്റ് ആൻസറിൽ നമ്മളോട് പറയുന്നത് ആറ്റം ബോംബ് വിക്ടിംസ്, അതായത് ഡ്യുവലിസം, ഗുഡ് ആൻഡ് ഈവിൾ. അപ്പോൾ ഒരു അബ്സല്യൂട്ട് ഈവിളാണ് അവിടെ സംഭവിച്ചത്. അതിനെ ചേർത്ത് നിൽക്കാൻ അബ്സല്യൂട്ട് ഗുഡ്നെസ് വേണ്ടി വന്നു. ആൻഡ് ദ പീപ്പിൾ ഓഫ് ഹിരോഷിമ, ദേ ഹാവ് സ്റ്റാർട്ടഡ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ്. അവരതിനെ കണ്ട് പകച്ച് നിൽക്കുകയല്ല ചെയ്തത്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നാണ് അവർ ട്രൈ ചെയ്തത്. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് ഇൻജേർഡ് വിക്ടിംസിൻ്റെയും അവരെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു സർവൈവൽ ഒന്നും ഒരു എയ്ഡും ഇല്ലാണ്ടും മെഡിക്കൽ എയ്ഡ് ഇല്ലാണ്ടും വീണ്ടും സർവൈവ് ചെയ്യാനോ അതിനെ ഓവർകം ചെയ്യാനുള്ള അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, വി ടോക്ക്ഡ് അബൌട്ട് ദാറ്റ്. ദെൻ ഓൾസോ ദ ഓത്തർ ഈസ് ട്രൈങ് ടു മോക്ക്, അല്ലെങ്കിൽ ഒരു മോക്കിംഗ് ടോൺ, ഒരു കളിയാക്കുന്ന ഒരു ടോണാണ് ആക്ച്വലി ആ ഒരു റൈറ്റേഴ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു അമേരിക്കയിൽ ബോംബിട്ട അമേരിക്കൻസിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയെക്കുറിച്ചൊക്കെയാണ് ഇയാൾ പറയുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും ജനറലായിട്ട് പറഞ്ഞ് അബൌട്ട് ഹിസ് പേഴ്സണൽ നൈറ്റ്മെയർ അബൌട്ട് ട്രസ്റ്റിംഗ് ഇൻ ഹ്യൂമൻ സ്ട്രെങ്ത് ഓർ ഇൻ ഹ്യൂമനിസം, മനുഷ്യത്വത്തിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ, അതായത് ഇത് എന്ത് തരം മനുഷ്യത്വമാണ് എന്നാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ടെൻറ്റിങ് ടു ഡിസ്ട്രോയ് അനദർ സിറ്റി, മറ്റൊരു സിറ്റി നശിപ്പിക്കാൻ മാത്രം, അതായത് ഇതുപോലെ ആളുകൾ താമസിക്കുന്ന തിങ്ങിപ്പാർക്കുന്ന മറ്റൊരു സിറ്റി, അത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ടും നശിപ്പിക്കാനും അത്ര ആളുകളെ കൊല്ലാനും മാത്രം എന്ത് ന്യായമാണ് ഇതിനകത്ത് പറയാനുള്ളത് എന്നാണ് റൈറ്റർ is trying to ask everyone. And he also mentioned the mentality of Harry S. Truman, the president of American or USA at that time, United States പ്രസിഡൻ്റ് ആയിരുന്ന ഹാരി എസ് 33rd പ്രസിഡൻ്റ് ആയിരുന്നു. ഹാരി എസ് ട്രൂമാൻ്റെ ആ ഒരു മെൻറ്റാലിറ്റിയെ കുറിച്ചൊക്കെ അയാൾ അതിനകത്ത് കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ആ പോയിൻറ്റ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡീൽ ചെയ്തത് സെയിം സിറ്റുവേഷൻ, ഈ ഹിരോഷിമയിൽ നടക്കേണ്ടതിന് പകരം കോങ്കോ, അതായത് ആഫ്രിക്കയിലെ കോങ്കോ കൺട്രിയിലുള്ള ആ ഒരു ലെപ്പേർഡ് വില്ല എന്ന് പറയുന്ന സിറ്റിയിലാണ് ഈ സെയിം സിറ്റുവേഷൻ നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നുള്ള പോയിന്റിലാണ് അവിടെ നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞ്, അതായത് ഒരുപാട് പേര് മരിക്കും. അത് കഴിഞ്ഞ് ആഫ്രിക്കയിൽ ഹെൽത്ത് കെയർ വളരെ പുറകോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കത് സർവൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പം ആക്ച്വലി വാട്ട് ഹാപ്പൻസ് ഈസ് ദേ വിൽ സ്ലോലി സറണ്ടർ ടു ഡെത്ത്. അവർ ആ ഒരു അണുവികരണങ്ങൾ അവരുടെ ബോഡിയിൽ എപ്പോഴും നിലനിൽക്കും. അതിനെ ചെറുത്ത് നിൽക്കാനോ പ്രതിരോധിക്കാനോ ഉള്ള ആ ഒരു ആ ഒരു എബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഇത് അവർക്ക് ഉണ്ടാകില്ല, അവർക്ക് അങ്ങനെ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അതില്ലാത്തത് കൊണ്ട് തന്നെ അതിന് അടിമപ്പെട്ട്, അല്ലെങ്കിൽ അതുമായിട്ട് അതങ്ങ് ജീവിച്ച് മരിക്കും. അതാണ് ആക്ച്വലി അവിടെ നടക്കാൻ പോയിരുന്ന സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ട് പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിക്കും. ദ സിറ്റി വിൽ ഹാവ് ബിക്കം എ വേസ്റ്റ് ലാൻഡ്. അതായത് അതിൻ്റെ കണക്കെടുക്കാൻ വരുന്നവരെ പോലും ഒരു
നൗസിയ ആ ഒരു ഫീൽ ഉണ്ടാക്കുന്ന തരത്തിൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയിഡ് ആയി പോകുന്നതായിരുന്നു ഈ റൈറ്ററുടെ ഒരു ഗസ്സാണത്. സോ ദേ വോണ്ട് ബി എ നോർമൽ പേഴ്സൺസ് എഗെയിൻ. അത്രയും ഒരു നാസി ചേംബർ പോലെ ഭയങ്കരമായ ഡിസ്ട്രക്ഷൻ ഉണ്ടാകും എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് അവിടെ ബോംബ് ഇടാൻ പറ്റാതിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ പറഞ്ഞ ഒരു സ്ലേവ് ഡ്രൈവർ, ഞാനൊരു യോബിൻ്റെ പുസ്തകത്തിലോ റെഫറൻസ് പറഞ്ഞ് ഓർത്താൽ മതി. അതുപോലുള്ള സ്ലേവ് ഡ്രൈവേഴ്സിൻ്റെ ഗണത്തിൽപ്പെട്ട ആരെങ്കിലും തൽക്കാലം ആഫ്രിക്കയിൽ ഇടണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാകാം അന്നത് സംഭവിക്കാതിരുന്നത് എന്ന് ഇയാൾ ഗസ് ചെയ്യുവാണ്. ഓക്കെ, നൗ വി ഹാവ് സ്റ്റോപ്ഡ് ദെയർ. നൗ വി ആർ മൂവിങ് ഓൺ. That is 7th page in the middle of the paragraph. What actually happened in Hiroshima when the atomic bomb was in fact dropped was not quite as horrible as the preceding scenario. See, what happened actually in Hiroshima, അതായത് ഒരു ഹിരോഷിമയിൽ നടന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ, അതായത് ലെപ്പർഡ് വില്ല എന്ന് പറയുന്ന സിറ്റിയിൽ നടന്നതിൻ്റെ അത്രയും, നടക്കാൻ സാധ്യതയുണ്ടായിരുന്നതിൻ്റെ അത്രയും ഭീകരമായ സിറ്റുവേഷൻ അല്ല ഹിരോഷിമയിൽ ഉണ്ടായത്. അത്രയും ഭീകരമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, for one thing, the people who survived in Hiroshima made no particular effect to impress on those who dropped the bomb. What a dreadful thing they have done. See, അതിലേറ്റവും അങ്ങനെ വരാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഹിരോഷിമയിലെ ആളുകളുടെ മെൻറ്റാലിറ്റിയാണ്. അതായത് അവരൊരിക്കൽ പോലും പറഞ്ഞില്ല, അല്ലെങ്കിൽ അവരത് കാണിച്ചേയില്ല, എന്നാലും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് ഈ ക്രൂരത ചെയ്തു എന്നൊരു വാക്ക് ഇന്ന് വരെ ഹിരോഷിമയിൽ ആരും ചോദിച്ചിട്ടില്ല. അതായത് അല്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളായിട്ടിരുന്നോളൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം വേണം, അല്ലെങ്കിൽ ആ ഹെൽപ്പ് വേണം, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഒരിക്കൽ പോലും ഹിരോഷിമയിലെ ആരും, ഒരു ജനങ്ങളിൽ ആരും, അല്ലെങ്കിൽ അവരുടെ ഭരണാധികാരികളോ ആരും ഒരിക്കൽ പോലും കാണിച്ചിട്ടില്ല. സോ they didn't made any particular effort to impress the people who dropped the bomb there. Even though the city was utterly devastated and had become a vast, ugly death chamber, the Hiroshima survivors first began struggling to recover and rebuild. See, സിറ്റി കംപ്ലീറ്റ് ആയിട്ട് തകർന്നു, ഒരു സംഭവം പോലും അവശേഷിക്കാത്ത രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് തകർന്നു. എങ്കിൽ പോലും ഹിരോഷിമയിലെ ആളുകൾ ഒരിക്കൽ പോലും ഹിരോഷിമയിലെ ആളുകൾ ഒരിക്കൽ പോലും അതിനെ ദുഃഖിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരെന്താ ചെയ്തത്? ദേ ഹാവ് സ്റ്റാർട്ടഡ് ടു റീബിൽഡ് ആൻഡ് റിക്കവർ. അതാണ് അവരുടെ ആദ്യത്തെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. എങ്ങനെ അതിനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പഴയ സ്റ്റേറ്റിലോട്ട് ആക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നത്. And then even though the city was utterly devastated and had become a vast, ugly death chamber, Hiroshima survivors first began struggling to recover and rebuild. They did so, of course, for their own sakes, but doing so served also to lessen the burden on the consciousness of those who had dropped the atomic bomb. See, അവരെന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലിയർ, അവരുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി. അതായത് അവർക്ക് ഒരിക്കലും അങ്ങനെയുള്ള സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല, അവർക്ക് തിരിച്ചത് പിടിക്കണമായിരുന്നു, അതുകൊണ്ടാണ് അത് ചെയ്തത് എന്ന് നമ്മൾ പറയുമെങ്കിലും അങ്ങനെ അവരത് സർവൈവ് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ ബോംബ് ഇട്ടവർക്ക് കുറ്റബോധം കുറച്ച് കുറഞ്ഞു. അതായത് ഇപ്പോഴും, അതായത് ഒരാളെ നമ്മൾ പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ ഒരു തരത്തിലും തിരിച്ചു വരുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ ജീവിതം പാടെ തകർന്നു പോയി എന്ന് കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഇല്ലേ? അപ്പോൾ അതായത് നമുക്ക് എല്ലാ കാലത്തും ഒരു കുറ്റബോധം കാണും, എന്നാലും ഞാൻ കാരണം അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളത്. അതേസമയം അയാൾ ഫൈറ്റ് ചെയ്ത് തിരിച്ച് സർവൈവ് ചെയ്ത് നിൽക്കുവാണ്. അതായത് അയാൾ അതെല്ലാം ഒരു മാർഗം മാത്രമാക്കി തിരിച്ചു വരാനായിട്ടുള്ള കേപ്പബിലിറ്റിയാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് അത് ഓർക്കുമ്പോഴുള്ള നമ്മുടെ ഒരു കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതൊരു വേറൊരു ഒരു അവസ്ഥയായിരിക്കും. അതായത് നമ്മളത് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ചുള്ള ഇതുണ്ടാകുമ്പം ഉള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. എന്തായിരിക്കും? അതായത് അവർ നമ്മൾ എത്രയൊക്കെ തകർത്തിട്ടും എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടും ദേ സർവൈവ്ഡ് ദാറ്റ് സിറ്റുവേഷൻ എന്ന് നോക്കുമ്പോൾ അത് തകർത്തവർക്ക്, അല്ലെങ്കിൽ ആ ഒരു കൃത്യം ചെയ്തവർക്ക് ഒരു ചെറിയൊരു സമാധാനം കിട്ടും. അതാണ് അവരാ പറഞ്ഞത്. ഓൺ ദ കോൺഷ്യസ്നെസ് ഓൾസോ ലെസൺ ദ ബേർഡൻ എന്ന് പറഞ്ഞാൽ ഭാരം. ബേർഡൻ ഓൺ ദ കോൺഷ്യസ്നെസ്, അവരുടെ ഒരു മെൻറ്റാലിറ്റി, കോൺഷ്യസ്നെസ് ഓഫ് ദോസ് ഹൂ ഹാഡ് ഡ്രോപ്ഡ് ദ ആറ്റമിക് ബോംബ്. സോ ദേ ബിക്കം ലെസ് വറീഡ്. ആ ഒരു ടെൻഷൻ മാറി.
Then the recovery effort has continued for 2 decades. Decade എന്ന് പറഞ്ഞാൽ 10 year ആണ്. അപ്പോൾ 2 decade എന്ന് പറഞ്ഞാൽ 2 decades എന്ന് പറയുമ്പോൾ 20 years ആണ്. So the recovery effort was 20 years continuous hard work and continues even now. See, 20 വർഷത്തെ ശരിക്കുള്ള അധ്വാനവും അത് മാത്രമല്ല ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്, അതായത് ടിൽ നൗ ഇപ്പോഴും അവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ് എങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യണം. അതായത് നിങ്ങൾ ടൈം കിട്ടുമ്പോൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഹിരോഷിമ ഇൻ 1945 ആൻഡ് ഹിരോഷിമ നൗ. സോ വി ക്യാൻ സീ ദ ചേഞ്ച്. എത്രമാത്രം അവർ അതിൽ നിന്ന് തിരിച്ചെത്തി അല്ലെങ്കിൽ എത്രമാത്രം അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ the fact that a girl with leukemia goes on suffering of all her life, not committing suicide, surely lessens by just one person's portion the A-bomb dropper's burden of consciousness. See, ഇത് ശരിക്കും അയാൾ കളിയാക്കിക്കൊണ്ട് പറയുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതായത് എ ഗേൾ വിത്ത് എ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടിപ്പിക്കൽ ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസർ, ഒരു ബ്ലഡ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ് ലുക്കീമിയ എന്ന് പറയുന്നത്. അവിടെ ഈ ഒരു ആറ്റം ബോംബ് സർവൈവേഴ്സിൻ്റെ, എക്സ്പ്ലോഷൻ്റെ സർവൈവേഴ്സിന് ഏറ്റവും കൂടുതൽ വന്ന ഒരു ഡിസീസാണ് ലുക്കീമിയ. ബ്ലഡ് ക്യാൻസർ വന്നിട്ടുണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഈ സുഡാക്കോ ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി, ആ ഒരു പേരുള്ളൊരു പെൺകുട്ടിയുടെ സ്റ്റോറി നമുക്ക് പഠിക്കാണ്ടായിരുന്നു. ഈ പേപ്പർ കൊണ്ട് കൊക്കുകളെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയായിരുന്നത്. അപ്പോൾ അവൾ ആ ഒരു അസുഖം വന്ന് ഈ ഒരു ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വന്ന അസുഖമാണ്. അത് വന്നിട്ട് അവളൊരു 1000 കൊക്കുകളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൾ ഒരിക്കലും മരിക്കില്ല. അങ്ങനെ ഒരു സ്റ്റോറി ആയിരുന്നു, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റോറിയുടെ എന്തെന്ന് പറഞ്ഞാൽ അവർ 1900 സംതിങ് കൊക്കുകളെ ഉണ്ടാക്കി കഴിയുമ്പോൾ അവൾ മരിക്കുവാണ്. സോ ദാറ്റ് ടെൽസ് എ സ്റ്റോറി ഓഫ് ദറ്റ് ഗേൾ ഹു സർവൈവ് ചെയ്തുവെങ്കിലും ആ ഒരു ഡിസീസ് കൊണ്ട് ബേർഡനായിട്ട് ലൈഫിൽ മുഴുവൻ മുമ്പോട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു സ്റ്റോറിയാണ്. അപ്പം സെയിം സ്റ്റോറീസ് അതുപോലെ ഒരുപാട് കുട്ടികളുണ്ട്. സോ ദ ഫാക്ട് ദറ്റ് എ ലിറ്റിൽ ഗേൾ വിത്ത് ലുക്കീമിയ ഗോസ് ഓൺ സഫറിങ് ഓൾ ഹെർ ലൈഫ്. സി, അങ്ങനെ ഒരു അസുഖം വന്നാൽ, അതായത് ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവനൊരു അസുഖം വന്നാൽ അവൻ്റെ ഒരു മാക്സിമം ആയുസ് എന്ന് പറയുന്നൊരു 12 to 14 ഇയേഴ്സ് വിചാരിക്കുക. അപ്പോൾ ഒരു 14 ഇയേഴ്സും ഈ കുട്ടി ഇത് സഫർ ചെയ്താണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടിയാണ് സഫർ ചെയ്തത്? ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് സഫർ ചെയ്യുന്നത്? സി, ഇറ്റ് ഓൾ ഹാപ്പൻഡ് ഇൻ 1945. അതായത് ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ആ ഒരു സഫർ ചെയ്ത് വിത്തൗട്ട് കമ്മിറ്റിംഗ് സൂയിസൈഡ് ഹീ കണ്ടിന്യൂസ് ടു ലീവ് ഓൺ സഫറിങ് ഓൾ ദോസ് പെയിൻ. അപ്പോൾ ആ ഒരു പെയിനെല്ലാം സഫർ ചെയ്ത് അതിങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് കാണുന്നവർക്കുണ്ടാക്കുന്ന എന്താണ് ഒരു ഇറ്റ് ലെസൻസ് ദ കുറയ്ക്കും എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത്. അത് ആക്ച്വലി കളിയാക്കി പറയുന്നതാണ്. കാരണം നമ്മൾ തന്നെ കേട്ടിട്ടുണ്ട്, ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സർവൈവ് ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് എത്രയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും മുമ്പോട്ട് ഞാൻ പോകും, അല്ലെങ്കിൽ ഇനിയും മുൻപോട്ട് പോകാൻ പറ്റും എന്നുള്ള ആ ഒരു, അതാണ് നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും വലിയൊരു മറുപടിയാണത്. നമ്മളത് സർവൈവ് ചെയ്ത് കാണിക്കും എന്നുള്ളത്. സെയിം സിറ്റുവേഷനാണ് ഇവിടെ ഞാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി, അങ്ങനെ ഒരുപാട് പേരുണ്ടെന്ന് വിചാരിക്കുക, അങ്ങനെയുള്ളവരെ കാണുമ്പോൾ ആറ്റം ബോംബ് ഇട്ടവർക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന കോൺഷ്യസ്നെസ്, അതാണ് പറയുന്നത്. Then it is quite abnormal that people in one city should decide to drop an atomic bomb on people in the another city. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. This man is so confused. He is not getting why. എന്തുകൊണ്ടാണ് അതായത് ഒരു സിറ്റിയിലുള്ള ആളുകൾ മറ്റൊരു സിറ്റിയിലുള്ള ആളുകളെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ആറ്റം ബോംബ് ഇടാനായിട്ട് എങ്ങനെ തീരുമാനിക്കുന്നു? അതായത് ഈ സിറ്റിയിലുള്ളതുപോലെ തന്നെ ഇൻഹാബിറ്റൻസ്, ദർ ക്യാൻ ബി ചിൽഡ്രൻ, ഓൾഡ് പീപ്പിൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ആളുകൾ കാണും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾ മറ്റൊരു സിറ്റിയിൽ സെയിം സിറ്റുവേഷനുള്ള മറ്റൊരു സിറ്റിയിലുള്ള ആളുകളെ കൊല്ലാനായിട്ട് എങ്ങനെ മനസ്സ് വരുന്നു എന്നുള്ളതാണ് a confusing question to this writer. Then the scientists involved cannot possibly have lacked the ability to imagine the hell that would issue from the explosion. So this man believes that ഇത് ക്രിയേറ്റ് ചെയ്ത സയൻറ്റിസ്റ്റ് അവർ ഒരിക്കലും ഇതിൻ്റെ എക്സ്പ്ലോഷൻ്റെ അതിനുള്ള എക്സ്പ്ലോഷൻ്റെ ഒരു അളവ് എത്രമാത്രം ഇത് ആളുകളെ ബാധിക്കും എന്നുള്ള ആ ഒരു ലെവല് അത് മനസ്സിലാക്കാൻ മാത്രം കഴിവില്ലാത്തവരായിരുന്നു സയൻറ്റിസ്റ്റ് എന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നാണ് കെൻസാബുറോ പറയുന്നത്. Then the decision nevertheless was made. So അതൊന്നും വകവയ്ക്കാതെ the decision was made. I presume that it was done on the basis of some calculation of a built-in harmony by virtue of which
If the incredibly destructive bomb were dropped, the greatest effort in history would be to counterbalance the totality of the enormous evil to follow. See, അപ്പം ഇയാൾ പറയുന്നത് മിക്കവാറും സാധ്യത, അതായത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ളതല്ല, പക്ഷേ ഇൻ കേസ് ചിലപ്പോൾ ഈ ഒരു ആറ്റം ബോംബ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ദ റിസൾട്ട് വിൽ ബി ദ സക്സസ് ഓഫ് എൻ അൾട്ടിമേറ്റ് ഈവിൾ. ഒരു അൾട്ടിമേറ്റ് ഈവിളിൻ്റെ ഒരു വിന്നാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഈ ലോകത്തിൽ അന്ന് സംഭവിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മയാണ് അന്ന് നടന്നത്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ആ പറഞ്ഞ ബാലൻസ്, ആദ്യം പറഞ്ഞ ബാലൻസ് കറക്റ്റ് ആണെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ദ അൾട്ടിമേറ്റ് ഗുഡ്നെസ് ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വാർ, നമ്മൾ പറഞ്ഞ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് ഒരുപാട് പേര് മരിച്ച, അതായത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു അൾട്ടിമേറ്റ് ഈവിളിനെ എൻഡ് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അത് ചെയ്തത്, പക്ഷേ അത് ആക്ച്വലി കൈവിട്ടു പോയി എന്നുള്ളതാണ്. Then the inhumane damage caused by this demonic weapon should be mitigated by the humane efforts of those who struggling to find what hope they could in a desperate situation. So the meaning of mitigate is reduce അല്ലെങ്കിൽ lessons എന്നാണ് പറയുന്നത്. So the inhuman damage caused by this demonic weapon would be mitigated or would be lessened by the humane efforts of those struggling to find what hope they could in the desperate situation. അതായത് ഇവർ പറയുന്നത്, അതായത് ഒരു മനുഷ്യൻ ഈ ഡിമോണിക് വെപ്പൺ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹാവക്ക് അല്ലെങ്കിൽ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂസ് എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ ആ ഒരു സ്ട്രഗിളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ്, അത് വളരെ കുറവാണ്. അതായത് മനുഷ്യൻ അതിലും, അതായത് ഒരു ഡിമോണിക് വെപ്പൺ ക്രിയേറ്റ് ചെയ്ത ഡിസ്ട്രക്ഷനെക്കാട്ടിലും 1000 ഇരട്ടി കൂടുതലാണ് അതിനെ ഓവർകം ചെയ്യാൻ മനുഷ്യർ നടത്തിയ, അതായത് ഹിരോഷിമയിലെ ആളുകൾ നടത്തിയ എഫർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദെൻ the notion of balancing also reflects a confidence in humane strength. See, this is another point. ബാലൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു നന്മയും ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും തമ്മിലുള്ള ബാലൻസ് അത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാലൻസിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ആക്ച്വലി റിഫ്ലെക്ട്സ് എ ഹ്യൂമൻ സ്ട്രെങ്ത്. മനുഷ്യരുടെ ആ ഒരു സ്ട്രെങ്തിനെയാണ് ആക്ച്വലി ഇത് കാണിക്കുന്നത്, ഹ്യൂമൻ സ്ട്രെങ്ത്. അതായത് ഒരു അബ്സല്യൂട്ട് ഈവിൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ ഒരു അബ്സല്യൂട്ട് ഗുഡ്നെസ് ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, ഇറ്റ്സ് എ ഹ്യൂമൻ സ്ട്രെങ്ത് ആക്ച്വലി. ദെൻ ഇറ്റ് സെൽഫ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് കോൺഫിഡൻസ് ഇൻ ദ സ്ട്രെങ്ത് ഓഫ് ഹ്യൂമനിസം. മനുഷ്യത്വത്തിനുള്ള ആ ഒരു ആളുകളുടെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചിട്ടില്ല എന്നുള്ള ആ ഒരു ഉറപ്പാണ്, ഒരു കോൺഫിഡൻസ് ആണ് അവിടെ കാണുന്നത്. But it is the attacking wolf's confidence in the scapegoat's ability to set things straight after the pitiless damage is done. See, അതായത് നമ്മൾ എത്രയൊക്കെ പറഞ്ഞ് അമേരിക്ക ചെയ്ത ആ ഒരു പ്രവൃത്തിയെ, വി നോ പോർട്ട് ബ്ലെയർ നശിപ്പിച്ചതിൻ്റെ ഒരു ദേഷ്യത്തിനാണ് ആക്ച്വലി ഇവർ ഈ ആറ്റം ബോംബ് ഇട്ടത്, അതാണ് ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത്. പക്ഷേ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം നമ്മൾ ഈ പറഞ്ഞത് എല്ലാം നന്നാകാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാം പഴയ പോലെ ഓർഡറിലാകാൻ വേണ്ടിയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ അതെന്താണ് ആക്ച്വലി, അത് ശരിക്കും ഇവർ പറഞ്ഞിരിക്കുന്ന പോലെ അറ്റാക്കിംഗ് വൂൾഫ്സ് കോൺഫിഡൻസ്, ഒരു ചെന്നായി, വുൾഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെന്നായിയുടെ ഒരു കോൺഫിഡൻസ് ആണ്. എന്താണ് കോൺഫിഡൻസ്? സ്കേപ്പ് ഗോഡ്സ് എബിലിറ്റി. സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ബലിയാട് എന്നൊക്കെ മലയാളം പറയില്ല, എന്തെങ്കിലും ഒരു കാര്യം എന്താ അനുഭവിക്കുന്നവർ. അപ്പോൾ ഇവിടെ വുൾഫ് എന്ന് പറയുന്നത് ആരാണ്? ഈ ബോംബിട്ട അമേരിക്കയാണ്. സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്നത് ഹിരോഷിമയാണ് അല്ലെങ്കിൽ ജപ്പാനാണ്. അപ്പോൾ സ്കേപ്പ് ഗോഡ്സ് എബിലിറ്റി ടു ഗെറ്റ്സ് തിങ്സ് സ്ട്രേറ്റ് ആഫ്റ്റർ പിറ്റിലെസ് ഡാമേജ്. അതായത് നമ്മളൊരു കാര്യം നശിപ്പിച്ചിട്ട്, ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഉണ്ടാകും, അപ്പോൾ അവരുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ നിങ്ങളെ ദേഷ്യത്തിന് തന്നെയാണ് ഒരു നല്ലൊരു അടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അടി വെച്ച് കൊടുത്തു കഴിയുമ്പോൾ അമ്മ നിങ്ങളോട് വഴക്ക് പറയുമ്പോൾ ചോദിക്കുകയാണ്, എന്തിനാടാ തല്ലിയത്, എന്തിനാണ് നീ അവളെ തല്ലിയത്, അല്ലെങ്കിൽ എന്തിനാണ് നീ അവനെ തല്ലിയത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്നാ പറയുന്നത്? അവനത് എന്താണ്, ഒരു ഓവർകം ചെയ്യാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് ഞാൻ അവൻ്റെ തല്ല് കൊടുത്തത് എന്ന് പറഞ്ഞാലാകുമോ? അതിലെന്താണ് ന്യായം ഇരിക്കുന്നത്? അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെയും. അതായത് വുൾഫ് എന്ന് പറയുന്ന അമേരിക്ക, അതായത് ബലിയാടുകളായ ഹിരോഷിമയ്ക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അനുഭവം വിട്ടത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവർ ഈ ന്യായം പറയുന്നത് എന്നാണ് റൈറ്റർ പറയുന്നത്. So then this is the gruesome nightmare I have about humanism. Perhaps it is no more than an over-anxious delusion of mine. So here, this man is raising a question against humanism.
സോ ഗ്രൂസം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഗ്രൂസം? ഗ്രൂസമിൻ്റെ മീനിങ് നമ്മുടെ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഇസ് എ ഷോക്കിംഗ് അല്ലെങ്കിൽ ഫ്രൈറ്റ്ഫുൾ എന്നുള്ളൊരു മീനിങ് ആണ്. അതുപോലെ ഡെല്യൂഷൻ മീൻസ് എ ഫാൾസ് ബിലീഫ്, തെറ്റായ ഒരു വിശ്വാസം. ഓക്കെ, ദിസ് ഈസ് ദ ഗ്രൂസം നൈറ്റ്മെയർ. അപ്പം ഈ ഒരു മെൻറ്റാലിറ്റി ഇതാണ് നമ്മുടെ റൈറ്ററിന് ഏറ്റവും കൂടുതൽ എന്താണ് ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ഹ്യൂമനിസത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. പെർഹാപ്സ് ഇറ്റ് ഈസ് നോ മോർ ദാൻ എർ ഓവർ ആങ്ഷ്യസ് ഡെല്യൂഷൻ. അത് ചിലപ്പോൾ ഒരു ഓവർ ആങ്ഷ്യസ് ഡെല്യൂഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തെറ്റായ ബിലീഫ് ആയിരിക്കാം. എന്നിരുന്നാലും ആ റൈറ്റർ പറഞ്ഞതിലും കാര്യമുണ്ട്. അതായത് നമ്മുടെ ഹ്യൂമനിസം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മുടെ കൊറോണ വൈറസിൻ്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കുക. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ ശ്രദ്ധിക്കണം, സാനിറ്റൈസ് ചെയ്യണം, പുറത്തിറങ്ങരുത്, അത് അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അത് ചെയ്യരുത്. ഇതിലെല്ലാം എന്തെല്ലാം എളുപ്പമായിരുന്നു, അത് നമ്മൾ വരാതെ നോക്കുക എന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പം വരാതെ നോക്കുക, അതായത് എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയാറുണ്ട്. അതുതന്നെയാണ്. അതിപ്പം ഈ ഒരു നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വന്നത് എന്ന് നമുക്കറിയാം. ഒരുപാട് സർക്കംസ്റ്റാൻസ് ഉണ്ട്. പ്ലസ് നമ്മുടെ ഇലക്ഷൻ്റെ ആ ഒരു പ്രൊസീജിയേഴ്സ്, അങ്ങനെ കാര്യങ്ങൾ, അങ്ങനെ കുറേ ഇഷ്യൂസ് വന്നു. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇപ്പോൾ ഇത്രയും പീക്ക് ലെവലിൽ ഇത് എത്തി നിൽക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് സഹായം കൊടുക്കുക, അല്ലെങ്കിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്നതിൽ എത്രയോ എളുപ്പമായിരുന്നു ഓരോരുത്തരും അത് വരാതെ നോക്കുന്നത്, അല്ലെങ്കിൽ അതോറിറ്റീസ് അത് വരാതെ നോക്കുക എന്നുള്ളത്. സോ ദിസ് ഈസ് ദ ക്രൈസിസ് വി ആർ ഫേസിങ്. അപ്പം നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിലും എളുപ്പമാണ് പ്രശ്നം ഉണ്ടാകാതെ സൊല്യൂഷൻ, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത്. അതാണ് ശരിക്കും ഇത് ഇപ്പോൾ 1965 എഴുതിയ വർക്കാണെങ്കിലും ഇറ്റ് സ്റ്റിൽ റെലവൻറ്റ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നിൽക്കുന്നതിലും നല്ലത് ഉണ്ടാക്കാതിരിക്കുന്നതാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് ഹ്യൂമനിസം, പ്രത്യേകിച്ച് മനുഷ്യത്വപരമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ഒരാളെ ഉപദ്രവിക്കുന്നു, വഴക്ക് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കൊല്ലുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും മാരകമായിട്ട് ഉപദ്രവിക്കുക എന്ന് പറയാം. എനിക്ക് അന്നേരത്തെ ഒരു സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ്, ഐ എം സോറി എന്ന് പറഞ്ഞാൽ ആൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? ഇല്ല. സെയിം. അപ്പം വാട്ട് കൈൻഡ് ഓഫ് ഹ്യൂമനിസം ഈസ് ദാറ്റ് എന്നുള്ളതാണ് റൈറ്റർ ചോദിക്കുന്നത്. ദെൻ ആൻഡ് ഹീ സേസ് ദാറ്റ് ചിലപ്പോൾ ഇത് അയാളുടെ ഒരു ഡെല്യൂഷൻ ആകാം, അതായത് ഒരു കൺസെപ്ഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഫാൾസ് ബിലീഫ് ആകാം, മേ ബി, ബട്ട് സ്റ്റിൽ ഇറ്റ് എക്സിസ്റ്റ്. ദെൻ I think of the patients of the A-bomb victims quietly awaiting their turns in the waiting room of the atomic bomb casualty commission on the top of Hijiyama Hill. Hijiyama Hillന്റെ ഒരു റെഫറൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. Hijiyama Hill is a hill near Hiroshima. Many survivors of the atomic bomb crossed the Tsurumi Bridge to take shelter at ഹിജിയാമ ഹിൽ. അതായത് അത് ഹിരോഷിമയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഹില്ലി ഏരിയയാണ്. അവിടെയാണ് ഒരുപാട് നമ്മുടെ ഇതിൻ്റെ സർവൈവേഴ്സ് പോയി അവിടെ പോയാണ് അതിൻ്റെ ഒരു ഷെൽട്ടർ, അങ്ങോട്ടാണ് ഇവരെല്ലാവരും പെട്ടെന്ന് പലായനം ചെയ്ത്. അപ്പം ഇയാൾ പറയാണ്, ഹീ ഈസ് തിങ്കിങ് അബൌട്ട് ദ പേഷ്യൻസ് ക്ഷമ ഓഫ് ദ atom bomb victims quietly awaiting their turns in the rooms of atomic bomb casualty commission. അതായത് അവിടെയുള്ള ഹോസ്പിറ്റൽസ് ആകാം. അപ്പോൾ അവിടെയുള്ള അവർ ഈ ഓരോരുത്തരുടെ ടേൺസിന് വേണ്ടി ഇങ്ങനെ ശരീരം വെന്തുരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും എത്ര ക്ഷമയോടെ ആയിരിക്കും അവരൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദെയർ സ്റ്റോയിസിസം എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോയിസിസം ആക്ച്വലി മീൻസ് ദ ഇംപാസീവ്നെസ്, അതായത് ഇമോഷണലി ഡിസ്ട്രെസ് കാണിക്കാത്ത സിറ്റുവേഷനാണ് സ്റ്റോയിസിസം. സോ ദിസ് ഗ്രൂസം ultimate, at least it is true that their stoicism greatly reduces the emotional burden of the American doctors working here. See, അതൊരു ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. കാരണം ജപ്പാനിൽ there were many American doctors at that time. അപ്പോൾ അവർ അമേരിക്കൻ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അവരാണ് ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ സീ ദ സിറ്റുവേഷൻ, അതായത് അമേരിക്ക ഡ്രോപ്പ് ചെയ്ത ആറ്റം ബോംബിൽ വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാർ ഹോസ്പിറ്റൽ ടേൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. എവിടെ? അമേരിക്കൻ ഡോക്ടേഴ്സിൻ്റെ മുൻപിൽ. സോ വാട്ട് പിറ്റി ഷുഡ് ഹാവ് ഇൻ ദ മൈൻഡ് ഓഫ് അമേരിക്കൻ ഡോക്ടേഴ്സ്. എന്തൊക്കെയായിരിക്കും അതായത് അവരുടെ രാജ്യം ചെയ്ത ആ ഒരു ഇഷ്യൂ ആണ് ഇവർ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ അപ്പോൾ ഇവരുടെ ആ ഒരു ക്ഷമ അവർക്ക് കുറച്ച് സമാധാനം കൊടുത്തിട്ടുണ്ടാകാം എന്നൊക്കെയാണ് റൈറ്റർ പറയുന്നത്. ദെൻ I have little knowledge of the Bible. So now this man is moving towards a conclusion. Conclusionലോട്ട് എത്തുവാണ്.
I have a little knowledge of the Bible. I hope you know all about Bible. ബൈബിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അറ്റ്ലീസ്റ്റ് അത് ക്രിസ്ത്യാനിറ്റിയുടെ ഹോളി സെയിൻറ്റ് ബുക്കാണ് ബൈബിൾ. അത്രയെങ്കിലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സോ I know a little knowledge of the Bible. It seems to me though that when God made the rainfall for 40 days and nights, he fully trusted that Noah would rebuild human society after the great flood ended. ഓക്കെ, സി ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലോസറിയിൽ നോക്കാം. ഗ്രേറ്റ് ഫ്ലഡ് ഇത്ര ഉള്ളതിൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ബൈബിളിൽ ഒരുപാട് ബുക്സ് ഉണ്ട്. അതിൽ പല പല ബുക്സ് ഉണ്ട്. അതിൽ ഉൽപ്പത്തി എന്ന് പറയുന്ന ബുക്കുണ്ട്. അതിൽ ദൈവം ഭൂമിയിലോട്ട് പ്രളയം, അതായത് മഴ അയക്കുകയാണ്. അതായത് 40 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഭൂമിയിൽ മഴ പെയ്യുവാണ്. അതിൽ റീസൺ എന്ന് പറയുന്നത് മനുഷ്യരിൽ തിന്മ പെരുകി, അതായത് അവർ തിന്മ ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ആ തിന്മയെ തുടച്ചു നീക്കാനായിട്ട് ദൈവം ഒരു മഹാമാരി അയക്കുവാണ്. 40 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് രാവും പകലും മഴ പെയ്യുവാണ്. അപ്പോൾ മഴ പെയ്ത് കഴിയുമ്പം ഭൂമിയിൽ നന്മ ചെയ്തുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാരും, അതിലൊരു മെയിൻ പ്രധാനിയായ ഒരു വ്യക്തിയായിരുന്നു നോവ. അപ്പം നോവയെ ദൈവം ഈ ഫ്ലഡിൽ നിന്ന്, അതായത് എല്ലാത്തരം ജീവികൾ, ആക്ച്വലി സിറ്റുവേഷൻ ഇതാണ്, ഫ്ലഡ് അയക്കുവാണ്. ഫ്ലഡ് ഇങ്ങനെ വരുവാണ് 40 ഡേയ്സ്. അപ്പോൾ ആളുകളത് മനസ്സിലാക്കുന്നില്ല. അപ്പോൾ നോവയ്ക്ക് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുവാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന്. അപ്പോൾ നോവ എന്താ ചെയ്യുന്നത്? നോവ ഒരു പെട്ടകം നിർമ്മിക്കുവാണ്, വലിയൊരു പെട്ടകം നിർമ്മിക്കുവാണ്. അതിൽ ഓരോ തരത്തിലുമുള്ള, അതായത് ഭൂമി മുഴുവൻ തുടച്ചു നീക്കപ്പെടാൻ പോവുകയാണ്. അപ്പം ഓരോ തരത്തിലുമുള്ള ജീവികളെ, അത് ആണും പെണ്ണുമായിട്ട് തിരിച്ച് പെട്ടകത്തിൽ കയറ്റുവാണ്. അതുപോലെ നോവയുടെ ഫാമിലി, ഹിസ് സൺസ് ആൻഡ് ദെയർ വൈഫ്സ്, അങ്ങനെ ഹിസ് വൈഫ്, അങ്ങനെ ഉള്ളവർ പെട്ടകത്തിൽ കയറുവാണ്. അങ്ങനെ അവർ മാത്രം സർവൈവ് ചെയ്യുവാണ്. ബാക്കിയുള്ളവർ മുഴുവൻ തുടച്ചു നീക്കപ്പെടുവാണ്. ഇത് ബൈബിളിൽ പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. അപ്പം സെയിം സിറ്റുവേഷനാണ് ഇവിടെ. അപ്പം അതിൻ്റെ ഇത് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ഫ്ലഡ് ഈസ് അക്കോർഡിംഗ് ടു ദ story in the book of Genesis, that is Ulpati. In the Old Testament, പഴയ നിയമമാണ്, Old Testament, God punished the corrupt people of earth by causing a flood to destroy all life under the heavens and every creature that has life in it. The flood lasted 40 days and 40 nights. 40 രാവും 40 പകലും മഴ പെയ്തു. അതാണ് ഗ്രേറ്റ് ഫ്ലഡ് എന്ന് പറയുന്നത്. ബൈബിളിൽ പറയുന്ന ഗ്രേറ്റ് ഫ്ലഡ് ആണ്. Now who is Noah? Let's check. In the midst of the Abrahamic religions, he was forewarned by God to make an ark. ആർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പെട്ടകമാണ് കേട്ടോ, ആർക്ക്. For his wife, his descendants, and 2 of every kind of living creature, a male and female of each species, to escape the waters of an imminent flooding. When the water receded after 150 days, the ark was resting in the mountains of Ararat in modern day Turkey. അപ്പോൾ ഇത് ബൈബിളിൽ പറയുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ്. അതായത് 40 രാവും 40 പകലും മഴ പെയ്തു. നോവ പെട്ടകത്തിൽ, നോവയുടെ ഭാര്യ, കുട്ടികൾ, അതുപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായിട്ട് ഓരോന്നിനെ വീതവും സെലക്ട് ചെയ്ത് പെട്ടകത്തിൽ കയറുവാണ്. ബാക്കിയുള്ള മനുഷ്യരൊന്നും വിശ്വസിക്കുന്നില്ല. ഇയാൾ ഒരുപാട് പേരോട് പറയുന്നുണ്ട്, പക്ഷേ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ഇത് കഥ പോകുന്നത്. ആൻഡ് ദെൻ ആഫ്റ്റർ 150 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് പ്രളയം നിൽക്കുന്നതും ഈ പെട്ടകം ഒരു ഹില്ലി ഏരിയയിൽ, അതായത് അറാറത്ത് എന്ന് പറയുന്ന മൗണ്ടനിൽ ഇത് തട്ടി ഉറച്ച് നിൽക്കുവാണ്. അപ്പം അത് ആക്ച്വലി ആ ഒരു അതിന് അവശിഷ്ടങ്ങളൊക്കെ കണ്ടു കിട്ടിയെന്ന് പറയുന്നുണ്ട്. ടർക്കിയിലാണ്, മോഡേൺ ഡേ ടർക്കിയിലാണ് ആ ഒരു ഇരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ദിസ് മാൻ ഈസ് കോട്ടിങ് ഓൺ ദാറ്റ്. ഇയാൾ, നമ്മുടെ റൈറ്റർ, അതിനെക്കുറിച്ച് പറയുകയാണ്. So he says that I have very little knowledge on Bible. ബൈബിളിനെ കുറിച്ച് കാര്യമായിട്ടൊന്നും എനിക്കറിയില്ല. And it seems to me though that when God made the rainfall for 40 days and nights, he fully trusted that Noah would rebuild human society after the great flood and see. ദൈവം ആ ഒരു മഹാമാരി അയച്ചു കഴിഞ്ഞപ്പം ദൈവത്തിന് ഫുള്ളി കോൺഫിഡൻ്റ് ആയിരുന്നു. നോവ അത് കഴിഞ്ഞൊരു ജനറേഷനെ നന്നായിട്ട് വളർത്തിയെടുക്കുമെന്നുള്ളൊരു വിശ്വാസം ആർക്കുണ്ടായിരുന്നു? ദൈവത്തിനുണ്ടായിരുന്നു. If Noah had been a lazy man or a hysterical man given to despair, then there would have been a great consternation in God's heaven. See, what is consternation? Consternation is actually terror എന്ന് നമ്മൾ പറയാം. അതായത് ഇപ്പം ദൈവത്തിന് ഫുള്ളി വിശ്വാസം ഉണ്ടായിരുന്നു നോവയെ. ഇനി നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തേ, നോവ ഒരു ഭയങ്കര മടിയനായ മനുഷ്യനായിരുന്നെന്ന് വിചാരിക്കുക. നോവ ആസ് എ ലേസി മാൻ, അല്ലെങ്കിൽ തലയ്ക്ക് സ്ഥിരതയില്ലാത്തൊരു ഹിസ്റ്റീരിക്കലായിട്ടുള്ളൊരു ആളായിട്ട് കണക്ക് കൂട്ടുക. അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഈ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറുദീസ, അല്ലെങ്കിൽ ആ ഒരു ഹെവൻ എന്ന് പറയുന്ന, സ്വർഗം എന്ന് പറയുന്ന ഒരു ഭൂമിയെ സ്വർഗമാക്കി മാറ്റാനായിട്ടാണ് അത് ചെയ്തത്.
എന്ന് പറയുന്നത് എന്താവും, അതൊരു ഭയങ്കര ഒരു നെഗറ്റീവ് എഫക്റ്റിലോട്ട് വന്നേനെ. ദെൻ ഫോർച്ചുനേറ്റ്ലി Noah had the needed will and ability, so the deluge played its part within God's plan for man without playing the tyrant beyond God's expectation. So this man is actually mocking Bible itself. ബൈബിളിനെയും കളയാക്കിയാണ് സംസാരിക്കുന്നത്. ഇയാൾ പറയുന്നത് നോഹ ഹാഡ് ദ നീഡഡ് വിൽ ആൻഡ് എബിലിറ്റി, സോ ദ ഡെല്യൂഷ് എന്ന് പറഞ്ഞാൽ ദ ഗ്രേറ്റ് ഫ്ലഡ് അല്ലെങ്കിൽ റെയിൻ ആണ് ഡെല്യൂഷ് played its part within God's plan for man without playing the tyrant beyond God's expectations. So ഇവിടെ എന്താണ്, അതായത് അയാൾ പറയുകയാണ് ഫോർച്ചുനേറ്റ്ലി, അതായത് ഭാഗ്യവശാൽ നോവ ഹാഡ് ദ നീഡഡ് വില്ല, നോഹയ്ക്ക് ദൈവം വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നു. നോഹയ്ക്ക് അതിനുള്ള കഴിവുണ്ടായിരുന്നു, കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴ കൃത്യം ദൈവം പ്ലാൻ ചെയ്ത പോലെ 40 days തന്നെ പെയ്തു, കൂടുതലും പെയ്തില്ല കുറവും പെയ്തില്ല. അതുപോലെ തന്നെ വിത്തൗട്ട് പ്ലേയിങ് ദ ടൈറൻറ്റ് ബിയോണ്ട് ഗോഡ്സ് എക്സ്പെക്റ്റേഷൻ. സോ അതെന്താണ്, അതായത് ദൈവത്തിൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നു. ആൻഡ് ദെൻ did God to count on a built-in harmony of balancing out. So this is the situation that he is asking. ഇവിടെയാണ് അയാൾ നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്, ദൈവം എന്താണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്, ഈ പറയുന്ന ബാലൻസിങ് ആണോ എന്നാണ് നമ്മുടെ റൈറ്റർ ചോദിക്കുന്നത്. അതായത് തിന്മ ഭൂമിയിൽ അധികമായപ്പോൾ തിന്മയെ തുടച്ചു നീക്കാനായിട്ട് ഫ്ലഡ് അയച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ തിന്മ മുഴുവൻ തുടച്ച് നീക്കി, പിന്നെ ഉള്ളത് നന്മയായ നോഹ മാത്രമാണ്. അപ്പം ആ ഒരു ബാലൻസിങ് തന്നെയാണോ ദൈവം ഇവിടെ ശ്രമിച്ചത്? അപ്പം ശരിക്കും റൈറ്റർ പറയാൻ ഉദ്ദേശിക്കുന്നത് ദൈവം ചെയ്തതും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നന്മയും തിന്മയും തമ്മിലുള്ള ബാലൻസിന് വേണ്ടി ഒരു സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ആക്ച്വലി റൈറ്റർ ഇവിടെ പറയുന്നത്. ദെൻ so did God to count on a built-in harmony of balancing out, and if so, does God not seem rather vicious? അങ്ങനെയാണെങ്കിൽ ദൈവത്തെ നമ്മൾ സംശയത്തോടുകൂടി കാണണ്ടേ, ദൈവം ചെയ്തതും ശരിയാണോ എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ എന്നാണ് റൈറ്റർ പറയുന്നത്. ഓക്കെ, ദെൻ now coming to the conclusion, the atomic destruction of Hiroshima was the worst deluge of the 20th century. സി ഡെല്യൂഷൻ മീൻസ്, അതായത് ഡെല്യൂഷൻ നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ഫ്ലഡ് അല്ലെങ്കിൽ റെയിനെയാണ് ഡെല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ആറ്റമിക് ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 20th centuryയിൽ ഈ ലോകത്തിൽ നടന്ന ഏറ്റവും വലിയ മഹാമാരി തന്നെയാണ്. The people of Hiroshima went to work at once to restore human society in the aftermath of this great atomic flood. സി അതായത് ശരിക്കും ഭയങ്കരമായിട്ട് ഒരു റിസംബ്ലൻസ് കാണിക്കുവാണ് അന്ന് നടന്ന ആ ഒരു എന്താണ് ആ മഴയും അത് പ്ലസ് അതുപോലെ തന്നെയാണ് ഈ ആറ്റമും, അത് വേറൊരു ദുരന്തമായിട്ടാണ് റൈറ്റർ കാണിക്കുന്നത്. ഓക്കെ, ദെൻ സോ the people of Hiroshima went to work at once to restore human society in the aftermath of this great atomic flood. അതായത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ആ ഒരു ആറ്റമിക് ഫ്ലഡിനെ ആ ഒരു ആറ്റം ബോംബ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് ഹിരോഷിമയിലെ ആളുകൾ ശ്രമിച്ചത്. They were concerned to salvage their own lives, but in the process they also salvaged the souls of the people who had brought the atomic bombs. ഇയാൾ പറയുന്നത് ആ ഒരു സാൽവേഷൻ മീൻസ് ടു റെസ്ക്യൂ ഫ്രം എ ഹസാഡസ്, ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട്. സോ അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ജീവിതം തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ടായിരുന്നു അവർ ശ്രമിച്ചത്. പക്ഷേ ആ പ്രോസസ്സിൽ അവർ ആക്ച്വലി ആരെ കൂടിയാണ് രക്ഷിച്ചത്? ഇതിട്ടവരെ കൂടിയാണ്. കാരണം ഇതിനകത്ത് മനുഷ്യരുടെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അതായത് ഹിരോഷിമ എന്ന് പറയുന്ന നഗരം അപ്പാടെ പൂർണ്ണമായും നശിച്ചു പോയിരുന്നെങ്കിൽ, നമ്മൾ പറഞ്ഞായിരുന്നു അന്ന് US പ്രസിഡൻ്റ് ആയിരുന്ന ട്രൂമാൻ നെവർ സ്ലെപ്റ്റ് എ സിംഗിൾ നൈറ്റ് വിത്തൗട്ട് തിങ്കിങ് ഓഫ് ദാറ്റ് എന്നാണ് അയാൾ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് അന്ന് നടത്തിയ ആ ഒരു ഇൻസിഡൻറ്റ് മനസ്സിൽ വിചാരിച്ച ആൾ ഒരു ദിവസം പോലും ഉറങ്ങാതിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ഒരു അമേരിക്കൻ കോൺഷ്യസ്നെസ്സിൽ അതൊരു ത്രെട്ടായിട്ട് നിന്നേനെ, അന്ന് ചെയ്തതിനെക്കുറിച്ചുള്ള കുറ്റബോധം നിലനിന്നേനെ. പക്ഷേ അവർ ഓവർകം ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അത് ആക്ച്വലി ആറ്റം ബോംബ് ഇട്ടവർക്ക് തന്നെ ഒരു സമാധാനമാകുകയാണ് ചെയ്തത്. ആൻഡ് ദെൻ so this great flood of the present age is a kind of universal deluge which instead of receding has become frozen, and we cannot foretell when it will
thaw and flow away. So here is saying ഇത് ഇപ്പോഴത്തെ മോഡേൺ ഏജിലെ ഗ്രേറ്റ് ഫ്ലഡ് ആയിട്ട് നമുക്കിതിനെ കാണാം. ആൻഡ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ ഡെല്യൂഷൻ, അതായത് ലോകം മുഴുവൻ നിൽക്കുന്ന എല്ലായിടത്തും നിൽക്കുന്ന ഒരു മഹാമാരി പോലെ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഡെല്യൂഷൻ which instead of receding has become frozen, and we cannot foretell when it will and it will thaw. That thaw actually means the become ലിക്വിഡ് ഫോമിലോട്ട് മാറുക എന്നുള്ളതാണ്. അതായത് ഇവർ പറയുന്നത് ഇത്രയാണ്, ഇതൊരു എന്താണ്, അതൊരു ലോകം മുഴുവൻ ത്രെട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന ആറ്റം ബോംബ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം എല്ലാ രാജ്യങ്ങളുടെയും കൈവശം ഇതുണ്ട്. ഒരിടത്ത് അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ ആഫ്റ്റർ എഫക്ട്സ് നമ്മൾ കണ്ടതാണ്. അപ്പം ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പം ഇപ്പം തൽക്കാലം അത് ആറ്റം ബോംബ് ഉണ്ടാക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യുന്നതിൽ നിന്ന് ആളുകൾ പുറകോട്ട് പോയിട്ടില്ല. അതെന്താണ്, ഒരു യുദ്ധത്തിന് ഉപയോഗിക്കാത്ത ഒരു സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്, ഒരു ഫ്രോസൺ സിറ്റുവേഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ എപ്പോഴാണ് ഈ സിറ്റുവേഷൻ മാറി അത് പൂർണ്ണമായിട്ടും എന്താണ് അതൊരു ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്നാണ് റൈറ്റർ പറയുന്നത്. To change the metaphor, the 20th century has become afflicted with a cancer, the possession of nuclear weapons by various nations for which there is no known cure. So this man is actually questioning all nations. 20th centuryയിൽ ഇതൊരു ക്യാൻസർ പോലെ അഫ്ലിക്റ്റ് മീൻസ് അഫക്റ്റിങ്, കാർന്ന് തിന്നുക നമ്മൾ പറയാം, അതുപോലെ ഒരു ക്യാൻസർ പോലെ മനുഷ്യരെ കാർന്ന് നിന്നുകൊണ്ടിരിക്കുക. കാരണം എല്ലാ രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. അതിനുവേണ്ടി എത്ര പണം മുടക്കാനും എത്ര കഷ്ടപ്പെടാനും അവർ തയ്യാറാണ്. സോ എവറി നേഷൻ ഈസ് ട്രൈയിങ് ടു അക്വയർ മാക്സിമം വെപ്പൺസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ദെൻ ഫോർ വിച്ച് ദർ ഈസ് നോൺ, അതിനൊരു ക്യാൻസർ പോലെ തന്നെ അതിനൊരു നോൺ ആയിട്ടുള്ളൊരു ക്യൂർ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആളുകളുടെ ഈ രാജ്യങ്ങളുടെ ആർത്തി, എങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസ് ശേഖരിക്കണമെന്നുള്ള രാജ്യങ്ങളുടെ ആർത്തി എങ്ങനെ തീരുമെന്ന് നമുക്ക് ഒരിക്കലും അതിനൊരു ക്യൂർ ഇല്ല. And the souls salvaged by the people of Hiroshima are the souls of all human beings alive today. So this man is trying to compare, അതായത് ഇയാൾ പറയാണ് the souls, അതായത് rescued by Hiroshima, the people of Hiroshima are the souls of human beings alive today. അയാൾ പറയാണ് അന്ന് ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആറ്റം ബോംബ് എന്ന് പറയുന്ന ഒരു എക്സ്പ്ലോഷനെ ഓവർകം ചെയ്ത ഹിരോഷിമയിലെ ആളുകളാണ് ഇന്നും ലോകത്തിൽ മനുഷ്യരുണ്ട് എന്ന് നമുക്ക്, അതായത് മനുഷ്യത്വം നശിക്കാത്ത മനുഷ്യർ ഇന്നും ലോകത്തിലുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾസാണ് നമ്മുടെ ഹിരോഷിമയിലെ ഇത് സർവൈവ് ചെയ്ത ആ ഒരു ആൾക്കാരെന്നാണ് റൈറ്റർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു.